സിംഗപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അധികം ദൂരത്തല്ലാതെ സ്ഥിതി ചെയ്യുന്ന രത്നക്കല്ലുകളാൽ തിളങ്ങുന്ന ബഹുനില കെട്ടിടം. തൊട്ടടുത്തുള്ള പാതയിലൂടെ കടന്നു പോകുന്ന ആരുടെയും കണ്ണ് പെട്ടെന്ന് അതിലൊന്ന് ഉടക്കിപ്പോകും. കഴിഞ്ഞ കുറച്ച് നാളായി ആ കെട്ടിട സമുച്ചയത്തിൽ തിരക്കോട് തിരക്കാണ്. എയർപോർട്ടിൽ നിന്ന് വരുന്ന കാർഗോ വാഹനങ്ങളാണ് കെട്ടിടത്തിന് മുന്നിൽ വരി നിൽക്കുന്നത്. ദ റിസർവ് എന്നു പേരുള്ള ലോകത്തെ തന്നെ ഏറ്റവും വലിയ സംഭരണശേഷിയുള്ള നിലവറകളിൽ ഒന്നാണ് ആ ഗോൾഡൻ ടവർ. അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സ്വർണം നിറച്ച ചരക്ക് വാഹനങ്ങളാണ്. അമേരിക്കയും യൂറോപ്പും ഉൾപ്പെടെയുള്ള ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ജീവിക്കുന്ന ശതകോടീശ്വരന്മാരുടെ കരുതൽ സ്വർണ്ണ ശേഖരങ്ങളാണ് അവയെന്നാണ് റിപ്പോർട്ട്. ഇങ്ങനെ ബില്യൺ കണക്കിന് വില വരുന്ന സ്വർണ്ണ ശേഖരവുമായി ശതകോടീശ്വരന്മാരെല്ലാം എന്തിനാണിപ്പോൾ സിംഗപ്പൂരിലേക്ക് പറക്കുന്നത്? ആഗോള വിപണിയിലും സാമ്പത്തിക വ്യാപാര രംഗത്തും വരാനിരിക്കുന്ന വലിയ മാന്ദ്യത്തിൻ്റെ പ്രതിസന്ധിയുടെ സൂചനയാണോ അത്? വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ആഗോളതലത്തിൽ ഉടലെടുത്ത സാമ്പത്തികവും ഭൗമരാഷ്ട്രീയവുമായ അനിശ്ചിതത്വങ്ങൾ തന്നെയാണ് ഈ കൗതുകമുണർത്തുന്ന നീക്കത്തിന് പിന്നിലുമുള്ളത്. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലാണ് അമേരിക്കയിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും നിലവറകളിൽ സ്വർണം സൂക്ഷിച്ചിരുന്ന ശതകോടീശ്വരന്മാർ തങ്ങളുടെ സ്വത്തുക്കൾ സുരക്ഷിതമാക്കാൻ പുതിയ താവളങ്ങൾ തേടുന്നത്. ഒടുവിൽ സുരക്ഷിത കേന്ദ്രമായി സിംഗപ്പൂരിനെ കണ്ടെത്തുന്നതും വെറുതെയല്ല. കിഴക്കിൻ്റെ ജനീവ എന്നാണ് സിംഗപ്പൂർ അറിയപ്പെടുന്നത്. രാഷ്ട്രീയവും സാമ്പത്തികവുമായ സുസ്ഥിരത, ശക്തവും സുതാര്യവുമായ നിയമവ്യവസ്ഥ, നിഷ്പക്ഷമായ ആഗോള രാഷ്ട്രീയ നിലപാട് തുടങ്ങിയ സവിശേഷതകളാണ് ഈ വിളിപ്പേരിന് പിന്നിൽ. ഈ ചെറിയ ദ്വീപ് രാഷ്ട്രത്തെ സുരക്ഷിത കേന്ദ്രമായി ആഗോള സമ്പന്നർ കാണുന്നതും അതുകൊണ്ട് തന്നെയാണ്. സിംഗപ്പൂരിലെ ചാങ്കി വിമാനത്താവളത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ദ റിസർവ് ആണ് അവരെല്ലാം സുരക്ഷിത നിലവറയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. 25 മുതൽ 60 വരെ ടൺ സ്വർണം സംഭരിക്കാൻ ശേഷിയുള്ള സ്വകാര്യ നിലവറയാണ് ദ റിസർവ്. 3 നിലയിലായി പരന്നു കിടക്കുന്ന ആയിരക്കണക്കിന് സേഫ് ഡെപ്പോസിറ്റ് ബോക്സുകളും അവിടെയുണ്ട്. നിലവിൽ ഏകദേശം 12 ലക്ഷം കോടി രൂപയുടെ സ്വർണവും വെള്ളിയും കെട്ടിടത്തിൽ സംഭരിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപ് അധികാരമേറ്റ ശേഷം റിസർവിൽ സ്വർണവും വെള്ളിയും സംഭരിക്കാൻ അനുമതി തേടി ശതകോടീശ്വരന്മാരുടെ നീണ്ട ക്യൂ ആണ്. ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ സ്വർണവും വെള്ളിയും സൂക്ഷിക്കാൻ താൽപ്പര്യം അറിയിച്ച് സമീപിക്കുന്നവരുടെ എണ്ണത്തിൽ 88% വർധനയുണ്ടായി എന്നാണ് ദ റിസർവ് സ്ഥാപകൻ ഗ്രിഗർ ഗ്രിഗേഴ്സൺ വെളിപ്പെടുത്തുന്നത്. സ്വർണം വെള്ളി ബാറുകളുടെ വിൽപ്പന 200% വർദ്ധിച്ചതായും പറയുന്നുണ്ട് അദ്ദേഹം. ട്രംപിന്റെ താരിഫ് യുദ്ധത്തിന് പിന്നാലെ ഉടലെടുത്ത ആഗോള രാഷ്ട്രീയ പിരിമുറുക്കങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളുമെല്ലാം സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായി മാറ്റിയിട്ടുണ്ട്. ട്രംപ് ഭരണകൂടവും ചൈനയും തമ്മിലുള്ള തീരുവ, പകരച്ചുങ്കം ഏറ്റുമുട്ടലുകൾ, യൂറോപ്യൻ യൂണിയന് നേർക്കുള്ള ട്രംപിന്റെ താരിഫ് ഭീഷണി, ഇവയെല്ലാം ഒരു ഭാഗത്ത്. ഇതിനെല്ലാം ഇടയിൽ ഇനിയും അയവില്ലാതെ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ, ഇതെല്ലാം സ്വർണത്തിന്റെ മൂല്യവും ആവശ്യവും കൂട്ടിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ സ്വർണത്തിന്റെ വില റെക്കോർഡുകളെല്ലാം ഭേദിച്ച് കുതിച്ചുയർന്നതിന് പിന്നിലും ഇതേ കാരണങ്ങൾ തന്നെയാണുള്ളത്. 2030 സ്വർണത്തിന്റെ വില ഔൺസിന് $8,900 എത്തി നിൽക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. അഥവാ 10 ഗ്രാം സ്വർണം ലഭിക്കണമെങ്കിൽ ഏകദേശം 7.5 ലക്ഷം രൂപ നൽകേണ്ടി വരും. ഏകദേശം 92,000 അത്രയും സ്വർണത്തിന് ഇന്ന് വില വരുന്നത്. 2026 തന്നെ സ്വർണ്ണവില $5,000 തൊടുമെന്ന് പ്രവചിക്കുന്നവരുമുണ്ട്. സ്വർണം അടിസ്ഥാനമാക്കിയുള്ള ഓഹരികളും ഫണ്ടുകളുമാണ് പേപ്പർ ഗോൾഡ് എന്നറിയപ്പെടുന്നത്. ഇത്തരം പേപ്പർ ഗോൾഡിനെ അപേക്ഷിച്ച് ഫിസിക്കൽ ഗോൾഡ് ബാറുകൾക്കാണ് അതിസമ്പന്നർ മുൻഗണന നൽകുന്നത്. ഫിസിക്കൽ ഗോൾഡിന് വെല്ലുവിളികൾ കുറവാണ് എന്നതാണ് അതിന് പ്രധാന കാരണം. ആഗോള രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഡിജിറ്റൽ സ്വർണ്ണങ്ങളും ആസ്തിയും കൊണ്ടു നടക്കുന്നതിലും സുരക്ഷിതം റിയൽ സ്വർണം തന്നെ സൂക്ഷിക്കുന്നതാണെന്നാണ് അവർ കരുതുന്നത്. സിംഗപ്പൂരിനെ ഒരു സേഫ് ഡെസ്റ്റിനേഷനായി അവരെല്ലാം പരിഗണിക്കുന്നതിന് വേറെയുമുണ്ട് കാരണങ്ങൾ. ഏഷ്യയിലെ ഏറ്റവും വലിയ ആഗോള വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് സിംഗപ്പൂർ. അതുകൊണ്ട് തന്നെ അവിടേക്ക് മുഴുവൻ സമയവും വ്യോമഗതാഗതവുമുണ്ട്. ബിസിനസ് ഭീമന്മാരെ ആകർഷിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണത്. സ്വർണം എളുപ്പത്തിലെത്തിക്കാനും സംഭരിക്കാനുമെല്ലാമാകും. ഇതിനു പുറമെയാണ് സിംഗപ്പൂർ സർക്കാരിൻ്റെ ബിസിനസ് സൗഹൃദ നിലപാടുകളും ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന നയങ്ങളും. ഭരണകൂടത്തിൻ്റെ സുതാര്യമായ വ്യാപാര നയങ്ങളും നികുതി ആനുകൂല്യങ്ങളുമെല്ലാം സിംഗപ്പൂരിനെ അതിസമ്പന്നരുടെ പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനുകൾ ഒന്നാക്കി മാറ്റിയിട്ടുമുണ്ട്.